അശോകൻ. ഞാൻ 1987 മുതൽ 1995 വരെ നമ്മുടെ ഈ ഹോസ്റ്റലിലെ ഇൻമേറ്റ് ആയിരുന്നു. നമ്മുടെ ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ അർത്ഥത്തിലൊരു ഹോസ്റ്റലായിരുന്നില്ല. ശരിക്കും ഒരു കുടുംബമായിരുന്നു. എല്ലാ അന്തേവാസികളും പരസ്പരം സഹോദര ഭാവേനയാണ് ഇവിടെ ജീവിച്ചിരുന്നത്. എല്ലാ ഇല്ലായ്മകളും എല്ലാ വല്ലായ്മകളും പരസ്പരം പങ്കുവെച്ച്, അതുപോലെ തന്നെ അവരുടെ ദുഃഖവും ദുരിതവും ഒക്കെ ഏതാണ്ട് ഒരേ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെന്ന നിലയ്ക്ക് അവർക്ക് ഒട്ടേറെ കഥകൾ തന്നെയാണ് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. പക്ഷേ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് സ്വപ്നം കണ്ടത് വളരെ നല്ലൊരു ജീവിതം, വളരെ വലിയ ഒരു ഭാവി, ഇതൊക്കെ തന്നെയാണ് എല്ലാവരും സ്വപ്നം കണ്ടതും. അതുപോലെ പിന്നീട് വന്നിട്ടുള്ള അന്തേവാസികൾക്ക് മുമ്പേ പോകുന്ന അന്തേവാസികൾ, സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ പകർന്നു കൊടുത്തതും ആ സ്വപ്നങ്ങളാണ്. അതിൻ്റെ ഒരു സാക്ഷാത്കാരം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ നടത്തുന്ന ഈ സംഗമം, പൂർവ്വ അന്തേവാസികളുടെ ഈ സംഗമം എന്ന് പറയുന്നത് എൻ്റെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ 25 വർഷത്തിന് ശേഷം, ഏതാണ്ട് 4 നൂറ്റാണ്ടിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇതിനു മുൻപ് ഈ ഹോസ്റ്റലിൻ്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു പൂർവ്വ അന്തേവാസികളുടെ ഒരു സംഗമം നടന്നിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ അറിവ് വെച്ചിട്ട് ഒരു ആദ്യ സംരംഭം തന്നെയായിരിക്കണം ഈ സംഗമം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഹോസ്റ്റലിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാം, വളരെ വലിയ പ്രഗത്ഭമതികളായ രാഷ്ട്രീയ രംഗത്താണെങ്കിലും നമ്മുടെ നീതിന്യായ രംഗത്താണെങ്കിലും കലാരംഗത്താണെങ്കിലും ബൗദ്ധിക മേഖലയുടെ രംഗങ്ങളിലാണെങ്കിലും ഒക്കെ വലിയ മികവ് പുലർത്തി പിന്നീട് വ്യക്തിത്വം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ള അനേകം വ്യക്തികൾ ഈ ഹോസ്റ്റലിലെ അന്തേവാസികളായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ മന്ത്രി ശ്രീ AK ആൻ്റണി, പ്രവാസികാര്യമന്ത്രി ശ്രീ വയലാർ രവി, അങ്ങനെ തുടങ്ങുന്ന രാഷ്ട്രീയ പ്രമുഖർ, അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള അനേകം കലാകാരന്മാർ, വ്യവസായ പ്രമുഖർ ഒക്കെ, ഇടുക്കി ജില്ലയിൽ തന്നെ ഗ്യാസിൻ്റെ സോൾ ഏജൻ്റായിട്ടുള്ള PR ഗ്യാസ് നടത്തുന്നത് PR പ്രസാദ് എന്ന് പറയുന്ന സഹോദരൻ, അങ്ങനെ അവരെല്ലാവരും തന്നെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ അവരുടെ വ്യക്തിത്വം പതിപ്പിച്ചിട്ട് മുന്നേറി ഇന്നും അവരുടെ വിജയഗാഥ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു കഥയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അത്തരം ആളുകളുടെയൊക്കെ ഒരു സംഗമം നമുക്കിവിടെ സാധ്യമാക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വർഷത്തെ ആലോചനയും ഒരു വർഷത്തെ പ്രവർത്തനങ്ങളും ഈ ഡേറ്റാസ് കളക്ട് ചെയ്യലും ആളുകളെ കോണ്ടാക്റ്റ് ചെയ്യലും അടങ്ങുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനം ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുണ്ട്. അജീഷും അതുപോലെ തന്നെ ദിനേശൻ, സുനിൽ മുതലായ ആൾക്കാരുടെ സഹകരണത്തോടു കൂടി പലവട്ടം നടത്തിയിട്ടുള്ള ചർച്ചകളും പലവട്ടം നടത്തിയിട്ടുള്ള കമ്മിറ്റിയും യോഗങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സംരംഭം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിലൊരു തുടക്കമാണ്. ഇനി മുൻപോട്ട് ഓരോ വർഷവും നമുക്ക് ഇതിൻ്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കാനും ഇനിയും വരുന്ന വർഷങ്ങളിൽ കൃത്യമായി ഇതിൻ്റെ സംഗമങ്ങൾ നടത്താനും ഇപ്രാവശ്യം പങ്കെടുക്കാൻ സാധിക്കാത്ത ആൾക്കാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനും കഴിയുന്ന വിധത്തിലാണിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ നമ്മുടെ ദീർഘകാലത്തെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുക. ഞാൻ ഈ ഹോസ്റ്റലിലെ അന്തേവാസിയൊന്നും ആയിരുന്നില്ല, പക്ഷേ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ ഡിഗ്രി ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 2.5-3 മാസം അവിടെ തന്നെ ആയിരുന്നു. എൻ്റെ കൂട്ടുകാർക്ക് കിട്ടുന്ന മെസ്സിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവരും, അത് ഷെയർ ചെയ്ത് കഴിച്ചും
ഒക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു കൂട്ടിയത്. ഇപ്പോൾ അവിടുത്തെ പഴയ കൂട്ടുകാരെല്ലാവരും ഒന്നിക്കുന്നു, അവരൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാവരും എനിക്ക് തോന്നിയിട്ടുള്ളത് ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന ആളുകളായിരുന്നു പൊതുവെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ചർച്ചകളും ഒക്കെ സ്ഥിരമായിട്ട് നടക്കുന്നൊരു സ്ഥലമായിരുന്നു ഈ ഹോസ്റ്റൽ. എൻ്റെ സിനിമാ മോഹവുമായിട്ട് നടന്ന കാലഘട്ടത്തിൽ ആദ്യകാല ചർച്ചകൾ, സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളും മോഹങ്ങളും പങ്കുവച്ചത് ഈ ഹോസ്റ്റലിലാണ്. ഇന്നിപ്പോൾ ഓർഡിനറി എന്ന സിനിമ ഞാൻ ചെയ്തു. അത് വിജയമായപ്പോൾ ആദ്യം കണ്ടുപിടിച്ച ഒരുപാട് ആളുകളിൽ എൻ്റെ ഈ പഴയ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു ആദ്യം വിളിച്ചത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ മനസ്സ് നിറയിക്കുന്നൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിൽ എന്തുകൊണ്ടും അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റൽ ജീവിതകാലം എനിക്ക് മറക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അടുത്ത ഈ കൂട്ടായ്മകളിൽ ഞാനുണ്ടാവും. ദൈവം അനുഗ്രഹിച്ചാൽ അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ അപൂർവമായ സംഗമത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം നമ്മൾ ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം പലതവണ പല കാലഘട്ടങ്ങളിലായിട്ട് നടത്താൻ ശ്രമിച്ച് പരാജയപ്പെടുകയും അത് ഏറ്റവും അവസാനം ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുത്ത് കുറേ ആളുകൾ, പ്രത്യേകിച്ച് അജീഷൊക്കെ വളരെ സാഹസികമായി എന്നുള്ളതിൽ ഇത് ഏറ്റെടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ഈ സമൂഹം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതിന് പ്രോഗ്രാം കമ്മിറ്റിയൊക്കെ ഉണ്ട്, അതിന്റെ സംഘാടകരൊക്കെ വളരെ വിപുലമാണ്, സംഘാടക സമിതിയിലുള്ള അംഗങ്ങൾ എന്നൊക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നതിന്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായ മധുക്കുട്ടനെ, ഞാൻ ഈ ചെയർമാനായ മധുക്കുട്ടനെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ മൈക്ക് കൈമാറുകയാണ്. എൻ്റെ പേര് മധുക്കുട്ടൻ, വീട് ചേർത്തല, എഴുപുന്ന. ഹോസ്റ്റലിൽ ഞാൻ കുറേയധികം വർഷം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇയറെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് കുറേ നാളുകളായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു 2 മാസം ആയിട്ട് നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ആലോചനയിൽ ഇന്ന് നമ്മളത് കൺഫേം ചെയ്ത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലും, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആ ഒരു നമ്മുടെ ഒരു കൂട്ടായ്മ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ ആലോചിച്ചത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത്രയും ഒരു നമ്പേഴ്സ് വന്നില്ലെങ്കിലും നമുക്ക് ഇപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ടീം തന്നെ നമുക്ക് കിട്ടി. പ്രിയ സുഹൃത്തുക്കളെ, ജ്യേഷ്ഠന്മാരെ, നമ്മൾ ഒരുപാട് കാലം ഹോസ്റ്റൽ ഒരുമിച്ച് ജീവിക്കുകയും അതിനുശേഷം വിവിധ കോഴ്സുകൾ ചെയ്ത് പല വഴിക്ക് പിരിയുകയും ജീവിതത്തിന്റെ പല മേഖലകളിൽ പല ഭാഗങ്ങളിൽ നമ്മൾ ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്ന് ഒരുപാട് കാലത്തെ എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷെ എല്ലാവരും പല ഭാഗങ്ങളിലായതുകൊണ്ടാവാം ഒരു ആലോചന നടത്താൻ കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഏകദേശം പരിപാടി നടക്കും എന്നുള്ള അവസാന ഘട്ടത്തിലെത്തിയിട്ട് 2 വട്ടം മാറിപ്പോയിട്ടുണ്ട്. എങ്കിലും ഒരുപാട് നമ്മുടെ ശ്രമഫലമായിട്ട് ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് പേരാണെങ്കിലും, നമ്മളൊരു 90 മുതൽ 2000 വർഷം വരെയുള്ളവരെയാണ് നമ്മൾ ക്ഷണിച്ചിരുന്നെങ്കിലും വളരെ കുറച്ച് പേർക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ. എങ്കിലും അതൊരു വലിയ കാര്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഇതിലേക്ക് പങ്കെടുത്ത എല്ലാവർക്കും, ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഞാൻ സ്വാഗതം രേഖപ്പെടുത്തുകയാണ്. നമ്മൾ കൂട്ടായിട്ട് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ അതിന് ഞാൻ ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അതൊരു കാര്യം. 2, ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അതായത് നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യം
ഒരു സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ കാലമാണ്. ഫേസ്ബുക്ക് ആണെങ്കിലും നെറ്റ് സംവിധാനങ്ങളിലാണെങ്കിലും പഴയ ക്യാമ്പസുകളിൽ ആളുകൾ തിരിച്ചു വരുന്നു, പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. അതുവഴി ഒരുതരം സാമൂഹിക ഇടപെടൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം ക്രിയാത്മകമായ പല കാര്യങ്ങളും ഇടപെടുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ, ഞാൻ വന്നപ്പോൾ ബാലനോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ ആ കപ്പലിലായിരുന്നു പോകേണ്ടതെന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കൂടി ആലോചിക്കേണ്ടത്. പിന്നെ ഈ ഒരു കൂടിച്ചേരലിൽ ഞാൻ കാണുന്നത്, നമ്മളിന്നിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എല്ലാ വർഷങ്ങളും ഹോസ്റ്റൽ ഡേ ആഘോഷിക്കാറുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു ഡേ ദിവസം മാറ്റിവെക്കുന്നു. അതിനു വേണ്ടി വരുന്ന സാമ്പത്തികമായ ചെലവുകൾ നമ്മൾ തന്നെ സ്വയം വഹിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മയിലേക്ക് അടുത്ത വർഷം ഈ നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ കുടുംബം കൂടി ഉണ്ടാകത്തക്ക രീതിയിലേക്ക് ഒരു ഭാവി നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതുവഴി അടുത്ത വർഷം നല്ലൊരു കൂടിച്ചേരൽ നടത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഇത്രയും റിസ്ക് എടുത്താണെങ്കിലും ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എല്ലാവരും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ ഇനി സെൽഫ് ഇൻട്രോഡക്ഷൻ വെച്ച് നമ്മൾ തുടങ്ങുകയാണ്. ഈ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആയിട്ടുള്ള പ്രദീപ് രാജ് പരിചയപ്പെടൽ നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് പ്രദീപ് രാജ്. 96 മുതൽ 2002 വരെ ഹോസ്റ്റലുണ്ടായിരുന്നു. ഫൈനാൻസ് കോളേജിലാണ് പഠിച്ചിരുന്നത്, ആറുള്ള തൃപ്പൂണിത്തുറ. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂടിച്ചേരൽ വളരെ കാലമായി നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ്. അത് സാധ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ കൂട്ടുകാരോടും ഞാൻ അങ്ങേയറ്റം നന്ദി പറയാം. പിന്നെ നമ്മുടെ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഒത്തിരി ഓർമ്മകൾ വരുന്നുണ്ട് ഹോസ്റ്റലിനെ കുറിച്ച്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടായ്മ ഒരുമയാണ്. ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കാലത്ത് ഏതൊരു ഇഷ്യൂ വന്നാലും, ഒരു പബ്ലിക് ഇഷ്യൂ ആയാലും എന്ത് പ്രശ്നമായാലും ഹോസ്റ്റലിലെ കുട്ടികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ നിന്നിരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തതിൻ്റെ മെച്ചമാണ് പലർക്കും പലവിധ ഉദ്യോഗങ്ങളും ജോലികളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കും മാക്സിമം എഡ്യൂക്കേഷൻ കൊടുക്കണം. അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും സഹായം വേണേൽ അതും നമ്മൾ ചെയ്യണം. പിള്ളേരെയൊക്കെ മാക്സിമം നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ് എൻ്റെ അഭിപ്രായം. എന്നായാലും എല്ലാവരെയും കാണാൻ എൻ്റെ ചേട്ടന്മാരായാലും ബാലകൃഷ്ണൻ ചേട്ടനെയൊക്കെ 10-20 വർഷം കൂടി കാണുന്നു. വളരെ സന്തോഷം. എൻ്റെ ജൂനിയേഴ്സ് ആണേലും എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഒരു ഇന്റർനാഷണൽ ഫിഗർ നമ്മുടെ ഇവിടെ ഈ ബോട്ടിലുണ്ട്. ഒരുപക്ഷെ എല്ലാവരും പത്രം വായിക്കുന്നവരും ടി വി കാണുന്നവരൊക്കെ അറിയാതിരിക്കാം. എന്നാലും ഞാൻ നമ്മുടെ ഈ ഒരു സംഗമത്തിന്റെ ഒരു ഭാഗമായിട്ട് പുള്ളിനെ ആദരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ പ്രൊഫൈലൊന്ന് വായിക്കാം. ജോബി മാത്യു ഇപ്പൊ BBCLലെ ഇന്റർനാഷണൽ സ്പോർട്സ് പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യുന്നു. വേൾഡ് ചാമ്പ്യനാണ് ആം റെസ്ലിംഗ്. 7 വേൾഡ് മെഡൽ ജപ്പാൻ, സ്പെയിൻ, ഈജിപ്റ്റ്. ബാഡ്മിന്റൺ വേൾഡ് സിൽവർ മെഡലിസ്റ്റ് ഇസ്രായേൽ ഓപ്പൺ 2010. നാഷണൽ ഗോൾഡ് മെഡൽ ഇൻ ആം റെസ്ലിംഗ്, ഫെൻസിംഗ്, ബാഡ്മിന്റൺ, ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, സ്വിമ്മിംഗ്, ഫ്രീ സ്റ്റൈല്, ടേബിൾ ടെന്നീസ്. നമ്മുടെ 2000 സമയത്താണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് തന്നെ നമുക്കറിയായിരുന്നു ഇയാളൊരു ഭയങ്കര ഒരു ആളാകുമെന്ന്. കാരണം ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ഇദ്ദേഹത്തിനെ ആദരിക്കാൻ വേണ്ടി നമ്മുടെ മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ചെങ്ങാടൻ അവരെ ക്ഷണിക്കുന്നു. ജീവിതത്തിലെ വളരെ അപൂർവം സൗഭാഗ്യങ്ങളിലൊന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മഹാരാഷ്ട്രയിൽ വരുന്നത് 90-ലാണ്. 90 മുതൽ 93 കോഴ്സിന്റെ കാലാവധിയെങ്കിലും ഒരു 95 പേരെ പോസ്റ്റ് മെട്രിക്കിൽ അങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ. അടുത്ത പരിപാടിയിൽ നമുക്ക് പരമാവധി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പരമാവധി പേരെ പങ്കെടുപ്പിച്ചുകൂടാ. നല്ല ഇച്ചിരി കൂടെ എൻജോയബിൾ ആയിട്ടുള്ള പരിപാടി സംഘടിപ്പിക്കണം. അതിന് നമുക്ക് കൂട്ടായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും നന്മ നേരുന്നു. ജയ് ഹിന്ദ്. ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഹോസ്റ്റൽ ജീവിതം എന്ന് പറയുന്നത്. ഒത്തിരി നല്ല സുഹൃത്തുക്കളെ ഇപ്പോഴും ആ ബന്ധങ്ങൾ തുടർന്നുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു വലിയൊരു ഈശ്വരാനുഗ്രഹം ആ ഹോസ്റ്റലിലൂടെ കിട്ടി. ആ ഹോസ്റ്റലിൽ പഠിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ജീവിതത്തിന്റെ വിവിധ മേഖലകൾ